Dear students, ഏവർക്കും മാസ്റ്റർ ബ്രെയിൻസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ് കെമിസ്ട്രിയിലെ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള രാസബന്ധനം അഥവാ കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ആറ്റത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാം. ശ്രദ്ധിച്ചോളൂ. ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം അറ്റോമിക് നമ്പർ. ഓക്കെ, അറ്റോമിക് നമ്പർ നമ്മൾ Z എന്നുപയോഗിച്ചിട്ടാണ് സൂചിപ്പിക്കുക. അറ്റോമിക് നമ്പർ Z. മറ്റൊന്ന് മാസ് നമ്പർ. നമ്മൾ സൂചിപ്പിക്കുന്നത് A എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് പേരൊന്നും അറിയാത്ത ഒരു എലമെൻ്റ്, ഒരു മൂലകം നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്കതിനെ X എന്ന് സൂചിപ്പിക്കാം. സോ എക്സിന് നമ്മൾ മുകളിൽ A എന്നുണ്ടാവും, താഴെ Z എന്നുണ്ടാവും. ഓക്കെ, Z റെപ്രസെൻറ്റ് അറ്റോമിക് നമ്പർ, A റെപ്രസെൻറ്റ് മാസ് നമ്പർ. ഓക്കെ, Z എന്നുള്ളത് അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കും, A എന്നുള്ളത് മാസ് നമ്പറിനെ സൂചിപ്പിക്കും. ഓക്കെ, ആറ്റത്തിൻ്റെ മൗലിക കണങ്ങൾ അഥവാ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് 3 എണ്ണമാണ്. ദാറ്റ് ഈസ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഈ 3 എണ്ണമാണ് ആറ്റത്തിൻ്റെ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ്. ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടോ? അതിൽ ഇലക്ട്രോൺ ന്യൂക്ലിയസിന് പുറത്താണ് കറങ്ങുന്നത്. അതേസമയം ന്യൂട്രോണും പ്രോട്ടോണും എവിടെയാണുള്ളത്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ്. ഇലക്ട്രോൺസ് ആർ റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് in circular paths. Both proton and neutron are located inside the nucleus. Okay, then atomic number എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ number of electron or proton in a neutral atom. ഒരു ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോണുകളുടെയോ പ്രോട്ടോണുകളുടെയോ എണ്ണത്തിനാണ് നമ്മൾ എന്ത് പറയുക? അറ്റോമിക് നമ്പർ എന്ന് പറയുക. നമ്പർ ഓഫ് ഇലക്ട്രോൺ ഓർ പ്രോട്ടോൺ ഇൻ എ ന്യൂട്രൽ ആറ്റം. ഇനി മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഇസ് മാസ് നമ്പർ? മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുദർഫോർഡിൻ്റെ മോഡൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റുദർഫോർഡ് മോഡലിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ആശയം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് എന്നുള്ളതാണ്. റുദർഫോർഡിൻ്റെ മോഡലിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. അതായത് ന്യൂക്ലിയസ് എന്നുള്ള കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് റുദർഫോർഡാണ്. ആറ്റത്തിൻ്റെ മാസ് കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ന്യൂക്ലിയസിനുള്ളിലാണ്. ആറ്റത്തിൻ്റെ മാസ് കൂടുതലും കാണപ്പെടുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ്. മോസ്റ്റ് ഓഫ് ദ മാസ് ആൻഡ് പോസിറ്റീവ് ചാർജ് ഓഫ് ദ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ എ സ്മോൾ റീജിയൻ കോൾഡ് ന്യൂക്ലിയസ്. ഓക്കെ, അപ്പോൾ മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ആരൊക്കെയുള്ളത്? പ്രോട്ടോണും ന്യൂട്രോണും ആണല്ലോ. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം ന്യൂട്രോണിൻ്റെ എണ്ണവും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാസ് നമ്പർ കിട്ടും. ഓക്കെ, സോ വാട്ട് ഈസ് അറ്റോമിക് നമ്പർ? ഈസ് നത്തിങ് ബട്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഓർ പ്രോട്ടോൺ ഇൻ എ ന്യൂട്രൽ ആറ്റം. ഒരു ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും എണ്ണത്തിനാണ് നമ്മൾ എന്ത് പറയുക? അറ്റോമിക് നമ്പർ എന്ന് പറയുക. എന്താണ് മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ദ സം ഓഫ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺ ഇൻ എ ആറ്റം. ഇൻ ആൻ ആറ്റം. ഒരു ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടോണും ന്യൂട്രോണുകളും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് മാസ് നമ്പർ. ഓക്കെ, ഇനി നമ്മളൊരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഓക്സിജന് 816. ഇതിൽ നിന്ന് നമുക്ക് കിട്ടും ഓക്സിജൻ 8, അതായത് സെഡിൻ്റെ പ്ലേസിൽ കിടക്കുന്നത് 8 ആണ്. അതായത് അറ്റോമിക് നമ്പർ ഇസ് ഈക്വൽ ടു 8. ഓക്കെ, മാസ് നമ്പർ 16. സോ ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ? Z is 8, A is 16. മാസ് നമ്പർ 16ഉം അറ്റോമിക് നമ്പർ 8ഉം. ഓക്കെ, ദെൻ number of electron is nothing but atomic number 8. So number of proton is also 8. What about number of neutron? Number of neutron is nothing but A minus Z. മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ എന്ത് ചെയ്യുക? നമ്മൾ മൈനസ് ചെയ്യുക.
ചുരുക്കി പറഞ്ഞാൽ മുകളിലുള്ള നമ്പറിന് താഴെയുള്ള നമ്പർ മൈനസ് ചെയ്യുക. സോ 16 മൈനസ് 8 ഈസ് ഈക്വൽ ടു 8. ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് ബോർ ആറ്റം മോഡൽ. ബോർ സ്ട്രക്ചർ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരൊറ്റ എക്സാമ്പിൾ വഴി നമുക്കതൊന്ന് വരച്ച് നോക്കാം. ഫോർ എക്സാമ്പിൾ ഓക്സിജൻ തന്നെ എടുക്കാം. അറ്റോമിക് നമ്പർ 8. സോ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കെയിൽ മാക്സിമം ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം 2, എല്ലിൽ മാക്സിമം ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. പക്ഷെ നമ്മളെ കയ്യിൽ എത്രയേ ഉള്ളൂ? 6 ഉള്ളൂ. സോ 2,6. സോ 18 and 16. ദെൻ ബോർ മോഡൽ നമുക്ക് വരക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂട്രോണിൻ്റെ എണ്ണം അറിയണം, പ്രോട്ടോണിൻ്റെ എണ്ണം അറിയണം, ഇലക്ട്രോണിൻ്റെ എണ്ണം അറിയണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ചെയ്തിട്ടുമുണ്ട്. സോ അറ്റോമിക് നമ്പർ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ എണ്ണം എത്ര? 8. പ്രോട്ടോൺ എണ്ണം എത്ര? 8. ന്യൂട്രോൺ എണ്ണം എങ്ങനെ കാണുക? 16 മൈനസ് 8. മുകളിലുള്ള നമ്പറിന് താഴെയുള്ള നമ്പർ, മാസ് നമ്പറിന് അറ്റോമിക് നമ്പർ കുറക്കുക. സോ 16 മൈനസ് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും? 8. സോ ഇലക്ട്രോൺ ഈസ് 8, പ്രോട്ടോൺ ഈസ് 8, ന്യൂട്രോൺ ഈസ് 8. ഇനി നമ്മൾ വരക്കുന്നത് ബോർ മോഡൽ വരക്കുമ്പോൾ ആദ്യം നമ്മൾ വരക്കുക ന്യൂക്ലിയസ് ആയിരിക്കും. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ടാവുക? ന്യൂട്രോണും പ്രോട്ടോണും. സോ 8 പ്രോട്ടോണുണ്ട്, 8 ന്യൂട്രോണുണ്ട്. ഇനി ബാക്കി 8 ഇലക്ട്രോണുകളുണ്ട്. ആ 8 ഇലക്ട്രോൺ 2 എണ്ണം കെയിൽ കൊടുത്തു, ബാക്കി 6 എണ്ണം എല്ലിലും കൊടുക്കുന്നത്. സോ 2 ഷെല്ലുകളാണ് ഉണ്ടാവുക. 1, 2. ഓക്കെ. ഇനി ബാക്കി നമ്മൾ ഇലക്ട്രോണുകൾ ഒന്നുകിൽ ഡോട്ട് ഉപയോഗിച്ചിട്ട് സൂചിപ്പിക്കുക, അല്ലെങ്കിൽ ക്രോസ് ഉപയോഗിച്ചിട്ട് സൂചിപ്പിക്കുക. 1, 2, 3, 4, 5, 6. ദിസ് ഈസ് കോൾഡ് ബോർ ആറ്റം മോഡൽ. ഇതാണ് ബോർ ആറ്റം മോഡൽ അല്ലെങ്കിൽ ബോർ ആറ്റം സ്ട്രക്ചർ, ബോർ ഘടന. എക്സാമിന് വരക്കാൻ ചോദിക്കുന്ന സാധനമാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച കാര്യം ഒന്ന് ജസ്റ്റ് റീകോൾ ചെയ്തെന്നുള്ളൂ. ഇനി ഈ ചാപ്റ്ററിൽ നമ്മളോട് ചോദിക്കുന്ന ഒരു 4 ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് ഈ ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, 4 ചോദ്യങ്ങളാണ്. ഫസ്റ്റ്, ഹൗ ഡു ആറ്റംസ് കമ്പൈൻ ടുഗദർ? എങ്ങനെയാണ് ആറ്റങ്ങൾ കൂടിച്ചേരുന്നത്? ഹൗ ഡു ആറ്റംസ് കമ്പൈൻ ടുഗദർ? നമ്പർ 2, രണ്ടാമത്തത് വൈ? എന്തുകൊണ്ട്? വൈ ഡു ആറ്റംസ് കമ്പൈൻ ടുഗദർ? എന്തുകൊണ്ട് ആറ്റംസ് കൂടിച്ചേരുന്നു? മൂന്നാമത്തത് ഹൗ ദ ആറ്റംസ് ഇൻ എ മോളിക്യൂൾ ജോയിൻ ടുഗദർ? എങ്ങനെയാണ് ഒരു മോളിക്യൂളിനുള്ളിലുള്ള ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ളത്? ഡസ്, അടുത്ത ചോദ്യം, ഡു ഓൾ ആറ്റംസ് കമ്പൈൻ ഇൻ സെയിം മാനർ? എല്ലാ ആറ്റങ്ങളും ഒരുപോലെയാണോ കൂടിച്ചേരുന്നത്? ഇത്രയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തത് ഹൗ ഡു ആറ്റംസ് കമ്പൈൻ ടുഗദർ? എങ്ങനെയാണ് ആറ്റങ്ങൾ കൂടിച്ചേരുന്നത്? 2, വൈ ഡു ആറ്റംസ് കമ്പൈൻ ടുഗദർ? എന്തുകൊണ്ട് ആറ്റം കൂടിച്ചേരുന്നു? മൂന്നാമത്തത് നമ്മൾ പറയുന്നത് ഹൗ ദ ആറ്റംസ് ഇൻ എ മോളിക്യൂൾ ജോയിൻ ടുഗദർ? ഒരു തന്മാത്രയ്ക്കുള്ളിലുള്ള ആറ്റങ്ങൾ എങ്ങനെയാണ് കൂടിച്ചേർന്നിട്ടുള്ളത്? നാലാമത്തത് ഡു ഓൾ ആറ്റംസ് കമ്പൈൻ ഇൻ സെയിം മാനർ? എല്ലാ ആറ്റങ്ങളും ഒരുപോലെയാണോ കൂടിച്ചേരുന്നത്? ഈ 4 ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ തേടിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ടോപ്പിക്സ് ഇലക്ട്രോൺ വിന്യാസവും സ്ഥിരതയും, ദാറ്റ് ഈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് സ്റ്റെബിലിറ്റി. പീരിയോഡിക് ടേബിൾ അടുത്ത നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പീരിയോഡിക് ടേബിളിൻ്റെ ഹിസ്റ്ററിയെ കുറിച്ചിട്ടൊക്കെ പഠിക്കാനുണ്ട്. അതായത് എലമെൻസിനെ നമ്മൾ അറ്റോമിക് നമ്പർ കൂടി വരുന്ന ക്രമത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ടേബിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പീരിയോഡിക് ടേബിൾ. അതിൻ്റെ ഹിസ്റ്ററി, ചരിത്രത്തെക്കുറിച്ചൊക്കെ നമുക്ക് 3rd ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ആ പീരിയോഡിക് ടേബിളിൽ പ്രധാനമായിട്ടും 18 ഗ്രൂപ്പുകളാണുള്ളത്.
നമ്മൾ മൂലകങ്ങളെ ഗ്രൂപ്പുകളാക്കി തരംതിരിച്ചിട്ടുണ്ട്. 18 ഗ്രൂപ്പിലുണ്ട്. അതിൽ 18ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് 18th ഗ്രൂപ്പ്. ആ 18ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോബിൾ ഗ്യാസ്. നോബിൾ ഗ്യാസ് അതല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ്. ഓക്കെ, അതായത് അലസവാതകം. അലസവാതകം അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകം എന്ന് വിളിക്കും. ഓക്കെ, അതെന്തുകൊണ്ടാണ് നമ്മളിതിനെ അങ്ങനെ വിളിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഹീലിയം, ദ ഫസ്റ്റ് മെമ്പർ ഹീലിയം, അറ്റോമിക് നമ്പർ ഇസ് 2. സോ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, നമുക്ക് ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം? 2. ഇനി രണ്ടാമതായിട്ട് ഹീലിയം കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നത് നിയോൺ ആണ്, അറ്റോമിക് നമ്പർ 10. സോ നമ്മളെങ്ങനെ കെ എന്ന് സ്റ്റാർട്ട് ചെയ്തു 2, എല്ലിലേക്ക് കൊടുക്കുമ്പോൾ 8. ഇനി മൂന്നാമതായിട്ട് നിയോൺ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആർഗൺ ആണ്, അറ്റോമിക് നമ്പർ 18, 18. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? 2, 8, 8, 2, 8. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ക്രിപ്റ്റൺ ആണ്, നമ്പർ 36. സോ 2, 8, 18, 2, 8, 18, 8, 2, 8, 18, 8. ഓക്കെ, ഒരു 4 എക്സാമ്പിൾ നമ്മൾ എടുത്തുന്നുള്ളൂ. ഓക്കെ, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റാഡോൺ ഒക്കെ ഉണ്ട്. നമ്മൾ മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് ഫസ്റ്റ് 4 ആളുകളെ മാത്രം നമ്മളിവിടെ പറഞ്ഞെന്നുള്ളൂ. ഹീലിയം 2, നിയോൺ 10, 2, 8, ആർഗൺ 2, 8, 8, ദെൻ ക്രിപ്റ്റൺ 2, 8, 18, 8. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഹീലിയം ഒഴികെ ബാക്കി എല്ലാ മൂലകങ്ങളുടെയും അവസാനത്തെ ഷെല്ലിൽ, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? 8 ഇലക്ട്രോണുകളുണ്ട്. ഹീലിയം ഒഴികെ ബാക്കി, ഇപ്പോൾ നിയോൺ നമ്മൾ ശ്രദ്ധിക്കുക, നിയോണിന് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്. ആർഗൺ നമ്മൾ ശ്രദ്ധിക്കുക 8 ഇലക്ട്രോൺസ്. ക്രിപ്റ്റോൺ ശ്രദ്ധിക്കുക, എൻഡിൽ 8 ഇലക്ട്രോൺസ്. സോ ഹീലിയം ഒഴികെ ബാക്കി എല്ലാ മൂലകങ്ങളുടെയും, ബാക്കി എല്ലാ എലമെൻസിൻ്റെയും, ഈ ഗ്രൂപ്പിലുള്ള ബാക്കി എല്ലാ എലമെൻസിൻ്റെയും മൂലകങ്ങളുടെയും ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ അതെവിടെയാണ് എൻഡ് ചെയ്യുന്നത്? 8ലാണ് എൻഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇങ്ങനെ അവസാനത്തെ ഷെല്ലിൽ, അതായത് ബാഹ്യതമ ഷെൽ, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുന്ന ക്രമീകരണത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം. അഷ്ടക ഇലക്ട്രോൺ വിന്യാസം അഥവാ ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, അഷ്ടക ഇലക്ട്രോൺ വിന്യാസം. അതായത് ഒരു മൂലകത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ അവസാനത്തെ ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുന്ന ക്രമീകരണത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം. ദ അറേഞ്ച്മെൻറ്റ് ഓഫ് 8 electron in the outermost shell of an atom is known as octet electronic configuration. Once again I repeat, the arrangement of 8 electron in the outermost shell of an atom is known as octet electron configuration. ഒരു ആറ്റത്തിൻ്റെ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ആ ഒരു ക്രമീകരണത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അഷ്ടക ഇലക്ട്രോൺ വിന്യാസം അഥവാ ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഓക്കെ, ഗോട്ട് ഇറ്റ്? So octet electronic configuration is the arrangement of 8 electron in the outermost shell of an atom. ഒരു ആറ്റത്തിൻ്റെ അവസാനത്തെ ഷെല്ല്, അതായത് ഇലക്ട്രോൺ വിന്യാസം നമ്മളിങ്ങനെ എഴുതുമ്പോൾ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുന്നുണ്ടെങ്കിൽ അതെന്താണ്? അഷ്ടക ഇലക്ട്രോൺ വിന്യാസത്തിൽ ഉൾപ്പെടും, ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഓക്കെ, രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ നമ്മൾ എഴുതുമ്പം 8 ഇലക്ട്രോൺ അവസാനത്തെ ഷെല്ലിൽ വന്നു കഴിഞ്ഞാൽ ആ ക്രമീകരണം എന്ന് പറയുന്നത് എന്താണ്?
സ്ഥിരതയുള്ള ക്രമീകരണമാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് സ്റ്റേബിൾ. സ്ഥിരതയുള്ള ക്രമീകരണമാണ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പിയാണ്. 8 ഇലക്ട്രോൺ അവസാനത്തെ ഷെല്ലിലുണ്ടോ ഹാപ്പിയാണ്. നമ്മൾ കെമിസ്ട്രിയിൽ എന്ത് പറയും? സ്ഥിരതയുള്ളതാവും. ആ ഇലക്ട്രോൺ വിന്യാസം സ്ഥിരതയുള്ളതാണ്, അതായത് സ്റ്റേബിളാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആയിരിക്കും. ഓക്കെ, സ്ഥിരതയുള്ളതാണ്, അതായത് സ്റ്റേബിളാണ്. 8 എണ്ണം വരണം. ഓക്കെ, അപ്പോൾ ഈ ഒരു 18ാമത്തെ ഗ്രൂപ്പ് നമ്മൾ എടുക്കുമ്പോൾ ഇതിലെ ഹീലിയം ഒഴികെ ബാക്കി എല്ലാ മൂലകങ്ങളുടെയും എലമെൻസിൻ്റെയും അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വന്നിട്ടുണ്ട്. അതായത് ഇവയൊക്കെ എന്താണ്? സ്റ്റേബിളാണ്, സ്ഥിരത ഉണ്ട്. ഇങ്ങനെ സ്ഥിരത കൈവരിച്ചു കഴിഞ്ഞാൽ 8 ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ട ആവശ്യമില്ല. ഓക്കെ, ഓൾറെഡി 8 ഇലക്ട്രോൺസ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഉണ്ടെങ്കിൽ, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? വീണ്ടും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ട, കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഹീലിയം, ഇതിൽ ഉൾപ്പെട്ട ആദ്യത്തെ ആളാണ് ഹീലിയം. അറ്റോമിക് നമ്പർ 2 ആണ്. ആകെ 2 ഇലക്ട്രോണുകളേ ഉള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട് കെ ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോൺ അക്കോമഡേറ്റ് ഇൻ എ കെ ഷെൽ. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. ആകെ 2 ഇലക്ട്രോൺ ഹീലിയത്തിൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ആ 2 ഇലക്ട്രോൺ നമ്മൾ എവിടെ കൊടുക്കുന്നു? കെയിൽ കൊടുക്കുന്നു. ആകെ ഒരു ഷെല്ലേ ഉള്ളൂ. അപ്പോൾ ഹീലിയം, അതുപോലെ തന്നെ ലിഥിയം, ഹൈഡ്രജൻ പോലുള്ള ചെറിയ ആറ്റങ്ങൾക്ക് 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ തന്നെ എന്ത് കൈവരിക്കും? സ്ഥിരത കൈവരിക്കും. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് ഡപ്ലറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഡപ്ലറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഹീലിയത്തിന് 2 ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, ബാക്കി എല്ലാവരുടെ കയ്യിലും 8 ഇലക്ട്രോൺ ഇല്ലേ? ആ ഗ്രൂപ്പിലെ ബാക്കിയുള്ള മൂലകങ്ങൾക്കൊക്കെ 8 ഇലക്ട്രോൺ ഇല്ലേ? ഹീലിയത്തിന് എന്തേ 2 എണ്ണമായി? ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഹീലിയം വളരെ ചെറിയൊരു ആറ്റാണ്. ആകെ 2 ഇലക്ട്രോണുകളെ കയ്യിലുള്ളൂ. ആ 2 ഇലക്ട്രോൺ നമ്മൾ എവിടെ കൊടുക്കുന്നു? കെയിൽ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നു. അപ്പോൾ കെയിൽ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2. ആ 2 ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ ഇലക്ട്രോൺ വന്നു ചേരാനുള്ളൊരു സ്ഥലമില്ല. അപ്പോൾ 2 ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാലും എന്താണ്? ചെറിയ ആറ്റങ്ങൾ, ഹീലിയം പോലുള്ള ചെറിയ ആറ്റങ്ങൾക്ക് 2 ഇലക്ട്രോൺ ഓൾറെഡി അവരുടെ ഷെല്ലിലുണ്ടെങ്കിൽ അവയ്ക്ക് എന്ത് കൈവരിച്ചിട്ടുണ്ടാവും? സ്ഥിരത, സ്റ്റെബിലിറ്റി കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അതുകൊണ്ട് ഈ 18ാം ഗ്രൂപ്പിൽ വരുന്ന ആളുകളെ ഈ മൂലകങ്ങളെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടില്ല. ദ എലമെൻറ്റ്സ് ഓഫ് 18th ഗ്രൂപ്പ് ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. 18ാമത്തെ ഗ്രൂപ്പിലുള്ള ആളുകളൊന്നും എന്ത് ചെയ്യൂല? രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കില്ല. കാരണം എന്താ? രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? 8 എണ്ണം തികയാൻ വേണ്ടിയിട്ടാണ്. അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്? രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, ഈ ഒക്റ്ററ്റ് അറേഞ്ച്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 8 ഇലക്ട്രോൺ വരണം എന്നുള്ളത് കൊണ്ടാണ് ആറ്റം എന്ത് ചെയ്യണത്? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. ഇനി നമുക്ക് ഈ 18ാമത്തെ ഗ്രൂപ്പ് അല്ലാതെ വേറെ കുറച്ച് മൂലകങ്ങൾ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11. സോ 11 ഇലക്ട്രോണുകളുണ്ട്. സോ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 281. 281. Okay, then another one, magnesium, atomic number 12. 282. What about oxygen? It is 8. So 2.6. What about aluminium? Atomic number is 13. So 283. What about chlorine? Atomic number 17. So 287. Clear? Now check ചെയ്ത് നോക്കാം. സോഡിയം അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്?
ഒരു ഇലക്ട്രോൺ ഉണ്ട്. 8 എണ്ണം വന്നാലേ എന്താവുള്ളൂ, സ്ഥിരത കൈവരിക്കുള്ളൂ, സ്റ്റേബിൾ ആവുള്ളൂ. 8 ഇല്ലല്ലോ, അപ്പോൾ ഇയാൾക്ക് എന്തില്ല, സ്ഥിരത ഇല്ല. ദെൻ മഗ്നീഷ്യം 282, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടോ, ഇല്ല. അപ്പോൾ ഇവയ്ക്കും എന്തില്ല, സ്ഥിരത ഇല്ല, സ്റ്റെബിലിറ്റി ഇല്ല. ദെൻ വാട്ട് അബൌട്ട് ഓക്സിജൻ 2,6, എവിടുന്നേലും 2 ഇലക്ട്രോൺ കിട്ടിയാൽ 8 ആവും. പക്ഷേ ഇവിടെ എത്രയേ ഉള്ളൂ, 6 ഉള്ളൂ. സോ സ്റ്റെബിലിറ്റി ഇല്ല, സ്ഥിരത ഇല്ല. അടുത്തത് നോക്കുക, അലൂമിനിയം 283, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, 8 ആണോ, അല്ല. എത്രയുള്ളത്, 3 ആണ്, സ്ഥിരത ഇല്ല. അടുത്തത് നോക്കുക, ക്ലോറിൻ 287, 7 ഇലക്ട്രോൺ ഉണ്ട്. എവിടുന്നേലും 1 കിട്ടിയാൽ 8 ആയി. പക്ഷെ അവിടെ ചാൻസ് ഇല്ല. അപ്പോൾ ആകെ എത്രയേ ഉള്ളൂ, 7 ഇലക്ട്രോണേ ഉള്ളൂ. ഇതിനും എന്തില്ല, സ്ഥിരത ഇല്ല. അപ്പോൾ നമ്മൾ തുടക്കത്തിലൊരു ചോദ്യം പറഞ്ഞു, വൈ ഡു ആറ്റംസ് കമ്പൈൻ ടുഗദർ, എന്തുകൊണ്ട് ആറ്റങ്ങൾ കൂടിച്ചേരുന്നു? അതിൻ്റെ റീസണാണ് ഈ പറഞ്ഞിട്ടുള്ള അഷ്ടക ഇലക്ട്രോൺ വിന്യാസം അഥവാ ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഒരാറ്റത്തിൻ്റെ അവസാനത്തെ ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ക്രമീകരണത്തിന് വിളിക്കുന്ന പേരാണ് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം. ദ അറേഞ്ച്മെൻറ്റ് ഓഫ് 8 ഇലക്ട്രോൺ in the outermost shell of an atom is known as octet electron configuration. ഒരു ആറ്റത്തിൻ്റെ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ അതെന്താണ്, ഇറ്റ് ഈസ് സ്റ്റേബിൾ, സ്ഥിരത ഉണ്ട്, അത് സ്ട്രോങ് ആണ്. അതിന് പിന്നെ എന്തിൻ്റെ ആവശ്യമില്ല, രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ 18th ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അലസവാതകം, നോബിൾ ഗ്യാസ്, അതല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ്. മടിയന്മാരാണ്, രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് ആവശ്യമില്ലാത്ത, അവസാനത്തെ ഷെല്ലിൽ എന്തുണ്ട്, 8 ഇലക്ട്രോൺ ഉണ്ട്. സോ നമ്മളവിടെ പറഞ്ഞ ചോദ്യം എന്തായിരുന്നു, വൈ ഡു ആറ്റംസ് കമ്പൈൻ ടുഗദർ, എന്തുകൊണ്ട് ആറ്റങ്ങൾ കൂടിച്ചേരുന്നു? അപ്പോൾ അതിന് കാരണം ഇവിടെ നിന്ന് തന്നെ കിട്ടിയില്ലേ. ഈ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരാൻ വേണ്ടിയിട്ടാണ് ഈ മൂലകങ്ങൾ എന്ത് ചെയ്യണത്, ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. ഇൻ ഓർഡർ ടു അക്വയർ octet electron configuration. In order to acquire octet electron configuration, the atoms combine together. ഈ 8 ഇലക്ട്രോൺ, അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരാൻ വേണ്ടിയിട്ട് ആറ്റങ്ങൾ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, കൂടിച്ചേരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കൂടിച്ചേർന്നുണ്ടാവുന്നതാണ് മോളിക്യൂൾസ് അഥവാ തന്മാത്രകൾ. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമായി, വൈ ഡു ആറ്റംസ് കമ്പൈൻ ടുഗദർ, എന്തുകൊണ്ട് ആറ്റംസ് കൂടിച്ചേരുന്നു, എന്താ കാരണം? അതിന് കാരണം തേടി പോകുമ്പോഴാണ് ഈ ഉത്തരം വരിക. അഷ്ടക ഇലക്ട്രോൺ വിന്യാസം എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അതെങ്ങനെയാണ് മനസ്സിലാവുക? ഇലക്ട്രോൺ വിന്യാസം എഴുതിയിട്ട്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് അവസാനത്തെ ഷെല്ലിൽ 8 ഉണ്ടോ, അതെന്താണ്, സ്ഥിരതയാണ്, സ്റ്റേബിളാണ്. ഓക്കെ, ചെറിയ ഹീലിയം പോലത്തെ ചെറിയ ആറ്റങ്ങൾക്ക് എത്ര മതി, ഹീലിയം പോലത്തെ ചെറിയ ആറ്റങ്ങൾക്ക് എത്ര മതി, 2 ഇലക്ട്രോൺ കിട്ടിയാൽ മതി. അതിനാണ് നമ്മൾ ഡപ്ലറ്റ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് രാസബന്ധനം അഥവാ കെമിക്കൽ ബോണ്ട്. രാസബന്ധനം അഥവാ കെമിക്കൽ ബോണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് രാസബന്ധനം എന്താണെന്ന് നോക്കാം. നോക്കിക്കോളൂ, ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ നമ്മൾ H2O ജലം, 2 ഹൈഡ്രജൻ്റെ ആറ്റം ഉണ്ട്, 1 ഓക്സിജൻ ആറ്റം ഉണ്ട്, ശരിയല്ലേ? 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, 1 ഓക്സിജൻ ആറ്റം കൂടി ചേരുമ്പോഴാണ് H2O എന്നൊരു തന്മാത്ര മോളിക്യൂൾ ഉണ്ടാവുക. അപ്പോൾ ഈ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ചേർന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ അവരൊരു അട്രാക്റ്റീവ് ഫോഴ്സിന്, ഒരു ആകർഷണ ബലമുണ്ട്. അങ്ങനെയാണെങ്കിൽ രാസബന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തന്മാത്രക്കുള്ളിലെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ആകർഷണ ബലത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് രാസബന്ധനം അഥവാ കെമിക്കൽ ബോണ്ട്. ഒരു തന്മാത്രക്കുള്ളിലെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ആകർഷണ ബലത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് രാസബന്ധനം. ദ അട്രാക്റ്റീവ് ഫോഴ്സ് വിച്ച് ഹോൾഡ് ദ ആറ്റംസ് ഇൻ എ മോളിക്യൂൾ ടുഗദർ. ഒരു തന്മാത്രക്കുള്ളിലെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ആകർഷണ ബലത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് രാസബന്ധനം അഥവാ കെമിക്കൽ ബോണ്ട്. The attractive force which hold the atoms in a molecule together. ഒരു തന്മാത്രക്കുള്ളിലെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ആകർഷണ ബലത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? രാസബന്ധനം അഥവാ കെമിക്കൽ ബോണ്ട്.
ഇനി 2 ടൈപ്പ് കെമിക്കൽ ബോണ്ടാണുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ രാസബന്ധന ജലം വെച്ച് പറഞ്ഞല്ലോ, ഈ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ചേർന്ന് നിർത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ആകർഷണ ബലമുണ്ട്. ആ ആകർഷണ ബലത്തിന്, അട്രാക്റ്റീവ് ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? രാസബന്ധനം അഥവാ കെമിക്കൽ ബോണ്ട്. ഓക്കെ, ഇത് നോക്കുക. രാസബന്ധനം പ്രധാനമായിട്ടും 2 രീതിയിലാണ് നമ്മൾ പറയുക. 2 എണ്ണാണുള്ളത്, 2 ടൈപ്സ്. ഫസ്റ്റ് വണ് അയോണിക ബന്ധനം. അയോണിക ബന്ധനം, ദാറ്റ് ഈസ് അയോണിക് ബോണ്ട്. ആൻഡ് ദ സെക്കൻഡ് വൺ സഹസംയോജക ബന്ധനം. സഹസംയോജക ബന്ധനം അഥവാ കോവലന്റ് ബോണ്ട്. രാസബന്ധനം അഥവാ കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത് 2 എണ്ണാണ്. പ്രധാനമായിട്ട് 2 ടൈപ്പാണുള്ളത്. ആദ്യം പറയുന്ന അയോണിക ബന്ധനം, ദാറ്റ് ഈസ് അയോണിക് ബോണ്ട്, ആൻഡ് ദ സെക്കൻഡ് വൺ സഹസംയോജക ബന്ധനം അഥവാ കോവലന്റ് ബോണ്ട്. ഓക്കെ, എക്സാമിന് ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്നത് ഇവ തമ്മിലുള്ള വ്യത്യാസം, ഓരോ മൂലകങ്ങൾ തന്നിട്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ടായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്, നന്നായിട്ട് ശ്രദ്ധിക്കണം. സോ രാസബന്ധനങ്ങളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 2 ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ അയോണിക ബന്ധനം അഥവാ അയോണിക് ബോണ്ട്, രണ്ടാമതായിട്ട് സഹസംയോജക ബന്ധനം അഥവാ കോവലന്റ് ബോണ്ട്. ഇതിൽ ആദ്യത്തേത് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. അയോണിക ബന്ധനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഇൻ വിച്ച് ദ ആറ്റംസ് ജോയിൻ ടുഗദർ ഇൻ എ മോളിക്യൂൾ. ഒരു തന്മാത്രക്കുള്ളിൽ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന അട്രാക്റ്റീവ് ഫോഴ്സ്, ആകർഷണ ബലത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് രാസബന്ധനം. അപ്പോൾ രാസബന്ധനം 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് അയോണിക ബന്ധനം, മറ്റൊന്ന് സഹസംയോജക ബന്ധനം. കെമിക്കൽ ബോണ്ട് 2 ടൈപ്സ്. ഫസ്റ്റ് വൺ അയോണിക് ബോണ്ട് ആൻഡ് സെക്കൻഡ് വൺ കോവലന്റ് ബോണ്ട്. നൗ വി ആർ ഡിസ്കസിങ് അബൌട്ട് അയോണിക് ബോണ്ട്, അയോണിക ബന്ധനം. 2 മൂലകങ്ങൾ എടുത്തിട്ട് നമുക്ക് ചെയ്തു നോക്കാം. ഫസ്റ്റ് വണ് സോഡിയം ക്ലോറിൻ. The atomic number of sodium is 11, whereas atomic number of chlorine is 17. So 11 ആണ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 11 ഇലക്ട്രോൺ ഉണ്ടാവും. സോ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 2 8 1, ക്ലോറിന് 2 8 7. അപ്പോൾ നമ്മൾ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അഷ്ടക ഇലക്ട്രോൺ വിന്യാസം. ഒരാറ്റത്തിൻ്റെ അവസാനത്തെ ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ വന്നു കഴിഞ്ഞിട്ടുള്ള ആ ക്രമീകരണത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം. ദ അറേഞ്ച്മെൻറ്റ് ഓഫ് 8 ഇലക്ട്രോൺ ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് എൻ ആറ്റം ഈസ് നോൺ ആസ് ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അങ്ങനെ 8 ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ ആ ആറ്റം എന്താണ്? സ്റ്റേബിളാണ്, സ്ഥിരതയുള്ളതാണ്. അപ്പം നമ്മളിവിടെ നോക്കാം. സോഡിയത്തിൻ്റെ കേസിൽ 2 8 1, അവസാനത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. അതായത് ഈ ആറ്റത്തിന് എന്തില്ല? സ്റ്റെബിലിറ്റി, സ്ഥിരത ഇല്ല. ക്ലോറിനും അതുപോലെ തന്നെ അവസാനത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോണുകളാണുള്ളത്. ആ 1 ഇലക്ട്രോൺ എവിടുന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എന്തായി? 8 ഇലക്ട്രോൺ ആയി. അപ്പോൾ നമ്മൾ ഇവരെ 8 ആവാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ സോഡിയത്തിനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണുള്ളത്. ഒന്നുകിൽ 8 ആവാൻ വേണ്ടി 7 ഇലക്ട്രോണ് ആക്സെപ്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ 1 ഇലക്ട്രോണ് വിട്ടുകൊടുക്കുക. ക്ലോറിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ 1 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ 7 ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യുക. അപ്പോൾ സോഡിയത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് നടക്കുന്ന, 7 എണ്ണം സ്വീകരിക്കുന്നതിനേക്കാളും സുഖം 1 ഇലക്ട്രോൺ കൊടുക്കുന്നതാണ്. സോ സോഡിയം ഡൊണേറ്റ് 1 ഇലക്ട്രോൺ. വാട്ട് അബൌട്ട് ക്ലോറിൻ? 7 ഇലക്ട്രോൺസ് ആർ ദർ. 1 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യും. സോ സോഡിയം 1 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നു, ക്ലോറിന് 1 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്താൽ 8 കിട്ടും. സോഡിയം 1 ഇലക്ട്രോൺ കൊടുത്തു കഴിഞ്ഞാൽ സോഡിയത്തിന് 8 ആയി. ക്ലോറിൻ 1 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോറിന് 8 ആയി. സോ സോഡിയം 1 ഇലക്ട്രോൺ കൊടുക്കും ചെയ്യും,
ക്ലോറിൻ ഒരു ഇലക്ട്രോണ് വാങ്ങും ചെയ്യും. ഗിവ് ആൻഡ് ടേക്ക് പോളിസി. അപ്പോൾ സോഡിയത്തിൻ്റെ ഈ ഒരു ഇലക്ട്രോൺ ആണ് ക്ലോറിനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണത്, സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ ആണ് നമ്മൾ ക്ലോറിനിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ആക്ച്വലി ഡൺ ബൈ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. ഒരാറ്റത്തിൽ നിന്ന് മറ്റൊരു ആറ്റത്തിലേക്കുള്ള ഇലക്ട്രോൺ കൈമാറ്റത്തിലൂടെ, ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ ആണ് നമ്മളിവിടെ ആർക്ക് കൊടുക്കുന്നത്, ക്ലോറിനിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അതായത് സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ നമ്മൾ ക്ലോറിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ഉണ്ടാവുന്ന രാസബന്ധനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, അയോണിക ബന്ധനം അഥവാ അയോണിക് ബോണ്ട്. ഇറ്റ്സ് മെയിൻലി ഡൺ ബൈ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ കൈമാറ്റത്തിലൂടെ രൂപപ്പെടുന്ന ബന്ധനത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയോണിക ബന്ധനം അഥവാ അയോണിക് ബോണ്ട്. ഇനി ഈ അയോണിക ബന്ധനത്തിനെ ബോർ മോഡൽ ഉപയോഗിച്ച്, ബോർ മാതൃക ഉപയോഗിച്ച് എങ്ങനെ സൂചിപ്പിക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അയോണിക ബന്ധനത്തിനെ, അയോണിക് ബോണ്ടിനെ ബോർ മോഡൽ ഉപയോഗിച്ച് സൂചിപ്പിക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ സോഡിയത്തിൻ്റെ ബോർ മോഡലാണ് ആദ്യം വരക്കുന്നത്. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11. സോ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281. അറ്റോമിക് നമ്പർ 11 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 ഇലക്ട്രോൺ ഉണ്ടാവും, 11 പ്രോട്ടോൺ ഉണ്ടാവും. സോഡിയത്തിൻ്റെ മാസ് നമ്പർ 23, 23 അപ്പോൾ 12 ന്യൂട്രോൺ ഉണ്ടാവും. സാധാരണ നമ്മൾ ബോർ മോഡൽ വരയ്ക്കുമ്പോൾ ന്യൂക്ലിയസ് ആദ്യം വരച്ച് ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ന്യൂട്രോണും പ്രോട്ടോണും നമ്മൾ ഉൾപ്പെടുത്തും. ഇലക്ട്രോണും നമ്മൾ എന്ത് ചെയ്യും, ആ ന്യൂക്ലിയസിന് പുറത്ത് ഷെല്ലുകളിലൂടെ നമ്മൾ വിന്യസിക്കും. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. സോ 11 പ്രോട്ടോണും 12 ന്യൂട്രോണും. ബാക്കി 11 ഇലക്ട്രോൺ ഉണ്ട്. കെ ഷെല്ലിൽ 2 ഇലക്ട്രോണ്, എൽ ഷെല്ലിൽ 1 2 3 4 5 6 7 8. റിമൈനിങ് 1 ഇലക്ട്രോണ്, അത് നമ്മൾ എല്ലിൽ കൊടുക്കും. 2 8 1 KLM. ഇനി ക്ലോറിനിലേക്ക് വരുമ്പോൾ ക്ലോറിൻ അറ്റോമിക് നമ്പർ 17. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ 287. 35 ആണ് ക്ലോറിൻ്റെ മാസ് നമ്പർ. അതായത് 18 ന്യൂട്രോണുകൾ ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ബോർ മോഡൽ വരയ്ക്കുമ്പോൾ 17 പ്രോട്ടോണും 18 ന്യൂട്രോണും. റിമൈനിങ് ഇനി നമ്മൾ ഇലക്ട്രോൺ കൊടുക്കുന്നു. സോ കെ ഷെല്ലിൽ 2 എണ്ണം, എൽ ഷെല്ലിൽ 1 2 3 4 5 6 7 8. എം ഷെല്ലിൽ 1 2 3 4 5 6 7 7 ഇലക്ട്രോണുകൾ. ഇനി ഇവ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ, ജോയിൻ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സോഡിയത്തിന് ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സോഡിയം ഒരു ഇലക്ട്രോണ് ഡൊണേറ്റ് ചെയ്യും. ക്ലോറിന് ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സോഡിയം ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യും. 8 എണ്ണം ആക്കാൻ എങ്ങനെ 8 എണ്ണം ആക്കും, അതാണ് നമ്മൾ നോക്കുന്നത്. സോഡിയം ഒരു ഇലക്ട്രോൺ കൊടുക്കുന്നു, ക്ലോറിൻ ഒരു ഇലക്ട്രോൺ വാങ്ങുന്നു. ഗിവ് ആൻഡ് ടേക്ക് പോളിസി. സോഡിയം ഡൊണേറ്റ് 1 ഇലക്ട്രോൺ, വെറാസ് ക്ലോറിൻ ആക്സെപ്റ്റ് 1 ഇലക്ട്രോൺ. ഇനി അപ്പോൾ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ, ഈ ഷെല്ലിൽ നിന്നുള്ള അവസാനത്തെ ഷെല്ല് ഇതാണ്. ഈ അവസാനത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺ ആണ് ക്ലോറിനിലോട്ട് പോകുന്നത്. അതായത് ഇവിടെ ഷെല്ല് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഫിഗർ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ 11 പ്രോട്ടോണും 12 ന്യൂട്രോണും ഉണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ 3 ഷെല്ലുണ്ടായിരുന്നു, ഇവിടെ 2 ഷെല്ലേ ഉള്ളൂ. കാരണം എന്താണ്? ഈ അവസാനത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ആർക്ക് കൊടുത്തു? ക്ലോറിന് കൊടുത്തു. അതുകൊണ്ട് പിന്നെ ഇത് വരക്കേണ്ട ആവശ്യമില്ല. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് ബിക്കം 2 8. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ക്ലോറിൻ? 17 protons and 18 neutrons. 2 1 2 3 4 5 6 7 8
1 2 3 4 5 6 7 8. സോ സോഡിയം ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ 2 ഷെല്ലേ ഉണ്ടാവുള്ളൂ. സോ 2 8 ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. ഇനി ക്ലോറിൻ്റെ കേസിൽ 2 8 ഓൾറെഡി 7 ഇലക്ട്രോൺസ് ഉണ്ട്. സോഡിയത്തിൻ്റെ കയ്യിൽ നിന്ന് 1 ഇലക്ട്രോണും കൂടി വരുമ്പോൾ 8 ഇലക്ട്രോൺസ് ആയി. ഇങ്ങനെയാണ് നമ്മൾ അയോണിക് ബോണ്ടിനെ നമ്മൾ ബോർ മോഡൽ ഉപയോഗിച്ചിട്ട് സൂചിപ്പിക്കുക. ഇനി ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. സോഡിയം ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യണം. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഒരു ആറ്റത്തിൻ്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോൺ പുറത്തോട്ട് പോവുകയാണെങ്കിൽ ഇറ്റ് അക്വയർ പോസിറ്റീവ് ചാർജ്. അതിനെന്ത് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. ആരുടെ കയ്യിൽ നിന്നാണോ ഇലക്ട്രോൺ പോകുന്നത് ആ ആറ്റത്തിന് പോസിറ്റീവ് ചാർജും ഏതിലേക്കാണോ അത് ചെല്ലുന്നത് അതിന് നെഗറ്റീവ് ചാർജും. സോ സോഡിയത്തിന് ഒരു പോസിറ്റീവ് ചാർജ് കിട്ടും, കാരണം സോഡിയം ഒരു ഇലക്ട്രോണ് ഡൊണേറ്റ് ചെയ്യാണ്. ക്ലോറിന് എന്തും കിട്ടും? ഒരു നെഗറ്റീവ് ചാർജും കിട്ടും, കാരണം സോഡിയം ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നതുകൊണ്ട് ആരുടെ കയ്യിൽ നിന്നാണോ ഇലക്ട്രോൺ പോകുന്നത് അയാൾക്കൊരു പോസിറ്റീവ് ചാർജ് നമ്മൾ കൊടുക്കും. അതേസമയം ക്ലോറിൻ ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ക്ലോറിന് നമ്മൾ എന്തും കൊടുക്കും? നെഗറ്റീവ് ചാർജും കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ അയോണിക് ബോണ്ടിൽ ബോർ മോഡൽ ഉപയോഗിച്ചിട്ട് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് അയോണിക ബന്ധനത്തിന് ലൂയിസ് റെപ്രസെൻറ്റേഷൻ ഉപയോഗിച്ച് എങ്ങനെ സൂചിപ്പിക്കാം എന്ന് നോക്കാം. ആദ്യം ലൂയിസ് റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് പറയാം. ലൂയിസിൻ്റെ ഘടന എങ്ങനെ വരക്കുന്ന? ആദ്യമായിട്ട് ഓക്സിജൻ, അറ്റോമിക് നമ്പർ 8. ലൂയിസ് റെപ്രസെൻറ്റേഷൻ. ലൂയിസ് റെപ്രസെൻറ്റേഷൻ നമ്മൾ ഓക്സിജൻ വെച്ചിട്ടാണ് പറയുന്നത്. സോ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ 2,6. ലൂയിസ് റെപ്രസെൻറ്റേഷൻ, ലൂയിസിൻ്റെ ഘടന നമ്മൾ വരക്കുമ്പോൾ അവസാനത്തെ ഷെല്ലിലുള്ള ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെ മാത്രമേ നമ്മൾ പരിഗണിക്കൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം അതിന് സിമ്പൽ എഴുതുക. ഓക്സിജൻ്റെ സിമ്പൽ O. 6 ഇലക്ട്രോണുകളുണ്ട്. ആ 6 ഇലക്ട്രോൺ അവസാനത്തെ ഷെല്ലിലുള്ള 6 ഇലക്ട്രോണുകൾ നമ്മൾ ഒന്നുകിൽ ഡോട്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ക്രോസ് ഉപയോഗിച്ചിട്ടോ സൂചിപ്പിക്കാം. അപ്പോൾ എങ്ങനെ വരും? 6 ഇലക്ട്രോണുകളുണ്ട്. 1 2 4 6. ഇതാണ് ഓക്സിജൻ്റെ ലൂയിസ് റെപ്രസെൻറ്റേഷൻ. ഇനി നിങ്ങളോട് പറയുകയാണ് സോഡിയത്തിൻ്റെ വരക്കണം. സോഡിയത്തിന് അറ്റോമിക് നമ്പർ 11. സോ 2 8 1. അവസാനത്തെ ഷെല്ല് മാത്രം നമ്മൾ നോക്കിയാൽ മതി, ഔട്ടർമോസ്റ്റ് ഷെല്ല്. സോഡിയത്തിൻ്റെ സിമ്പൽ Na. അവസാനത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉള്ളത്. സോ 1. ഇതാണ് ലൂയിസ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നിങ്ങളോട് ലൂയിസ് റെപ്രസെൻറ്റേഷൻ, ലൂയിസ് ഘടന വരക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് ആദ്യം ഏതാണോ മൂലകം നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അതിൻ്റെ സിമ്പൽ ആദ്യം എഴുതുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഡോട്ടായിട്ടോ ക്രോസ് ആയിട്ടോ നമ്മൾ എന്ത് ചെയ്യുക? ഈ അവസാനത്തെ ഷെല്ല്, ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ നമ്മൾ ഡോട്ടായിട്ടോ ക്രോസ് ആയിട്ടോ മാർക്ക് ചെയ്യാം. ഇതാണ് ലൂയിസ് റെപ്രസെൻറ്റേഷൻ. ഇനി നമുക്ക് ഈ ലൂയിസ് റെപ്രസെൻറ്റേഷൻ ഉപയോഗിച്ചിട്ട് അയോണിക ബന്ധനം, അയോണിക് ബോണ്ട് എങ്ങനെ ചിത്രീകരിക്കാം എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ സോഡിയം ക്ലോറിനും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാം. അപ്പോൾ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11. അപ്പോൾ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ 2 8 1 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 1. ഓക്കെ. ക്ലോറിന് അറ്റോമിക് നമ്പർ 17 2 8 7. സോ നമ്മൾ ഇനി ഇതിൻ്റെ ലൂയിസ് റെപ്രസെൻറ്റേഷൻ നമ്മൾ എഴുതാൻ പോവാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ എഴുതുമ്പോൾ സോഡിയം വരച്ചു, സിമ്പൽ ഇട്ടു, അവസാനത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. പ്ലസ് ക്ലോറിൻ്റെ അവസാനത്തെ ഷെല്ലിൽ A ഇലക്ട്രോൺ 2 4 6 7. ഓക്കെ. ഇനി ചെയ്യുന്നത് എന്താ സംഭവിക്കുന്നത്? സോഡിയത്തിൻ്റെ കയ്യിലുള്ള 1 ഇലക്ട്രോൺ നമ്മൾ ക്ലോറിനിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഈ 1 ഇലക്ട്രോണ് ക്ലോറിനിലേക്ക് ജമ്പ് ചെയ്യും. സോ വാട്ട് യു ഗെറ്റ്? സോഡിയം, ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സോഡിയത്തിൻ്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോൺ പോയിട്ടുണ്ട്. ഇഫ് ആൻ ആറ്റം ഡൊണേറ്റ്
1 ഇലക്ട്രോൺ ഇറ്റ് അക്വയർസ് 1 പോസിറ്റീവ് ചാർജ്. ഒരു ആറ്റം ഒരു ഇലക്ട്രോൺ കൊടുത്തു കഴിഞ്ഞാൽ അതിന് എന്ത് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. ഒരു ഇലക്ട്രോണാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു പോസിറ്റീവ് ചാർജ്. ഓക്കെ, സോഡിയം ഒരു ഇലക്ട്രോൺ കൊടുത്തു, സോ ഇറ്റ് അക്വയർസ് എ പോസിറ്റീവ് ചാർജ്. ഇനി ക്ലോറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ട്രോൺ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വരും? ഓൾറെഡി 2 4 6 7 ഈ സോഡിയത്തിൽ നിന്ന് വരുന്ന ആ ഒരു ഇലക്ട്രോണും കൂടി അവിടെ വരും. ഇറ്റ് അക്വയർസ് എ നെഗറ്റീവ് ചാർജ്. ഇതാണ് അയോണിക് ബോണ്ടിനെ. ഇവിടെ നമുക്ക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2 8 1, ഇവിടെ 2 8 7, ഇവിടെ ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ 2 8, ഇവിടെ വരുമ്പോൾ 2 8 8. ഓക്കെ, മഗ്നീഷ്യവും ക്ലോറിനും. മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12, ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17. ഓക്കെ, മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യന് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. സോ മഗ്നീഷ്യത്തിന് അറ്റോമിക് നമ്പർ 12, സോ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 2. ക്ലോറിൻ്റെത് 2 8 7. ഇനി ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാൻ 8 ഇലക്ട്രോൺ കിട്ടണം. അപ്പോൾ മഗ്നീഷ്യത്തിന് നമ്മൾ നോക്കുമ്പോൾ 2 ഇലക്ട്രോണ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മഗ്നീഷ്യത്തിന് എന്തായി? 8 ഇലക്ട്രോൺ. കാരണം ഈ ഷെല്ല് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 8. ഇനി ക്ലോറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോറിൻ അക്വയർസ് ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്താൽ ക്ലോറിൻ എന്തായി? 8 ഇലക്ട്രോൺ കിട്ടിയിട്ടുണ്ട്, സ്റ്റേബിളായി, സ്ഥിരത കിട്ടി. ഇനി ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ മഗ്നീഷ്യം 2 ഇലക്ട്രോൺ കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ ഒരു ക്ലോറിന് 1 ഇലക്ട്രോൺ മതി. അപ്പോൾ നമ്മൾ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു ബോണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, ബന്ധനത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിലുള്ള 2 ആളുകളും ഹാപ്പി ആയിരിക്കണം, അതായത് സ്റ്റേബിൾ ആയിരിക്കണം. ഓക്കെ, അതായത് മഗ്നീഷ്യം 2 ഇലക്ട്രോൺ കൊടുത്താൽ ഈ 2 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ആളുകൾ അവിടെ ഉണ്ടായിരിക്കണം. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം? മഗ്നീഷ്യം 2 ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ ഒരു ക്ലോറിന് 1 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ക്ലോറിനും കൂടി ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇനി നമ്മൾ അതിൻ്റെ ലൂയിസ് റെപ്രസെൻറ്റേഷൻ നോക്കാം. ശ്രദ്ധിച്ചോളൂ. മഗ്നീഷ്യം ഉണ്ട്. നമ്മൾ 2 ക്ലോറിൻ ആറ്റം എടുക്കും. 2 ക്ലോറിൻ ആറ്റം നമ്മൾ എടുക്കുന്നുണ്ട്. അതിൽ മഗ്നീഷ്യത്തിൻ്റെ കയ്യിൽ 2 ഇലക്ട്രോണുകളാണുള്ളത്. സോ 1 ഇലക്ട്രോൺ നമ്മളിവിടെ കൊടുത്തു, 1 ഇലക്ട്രോൺ ഇവിടെയും കൊടുത്തു. ഇനി ക്ലോറിന് നമ്മൾ എഴുതുമ്പോൾ 2 4 6 7 2 4 6 7. ഇനി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മഗ്നീഷ്യത്തിൻ്റെ കയ്യിലുള്ള 2 ഇലക്ട്രോണുകളുണ്ട്. ഓരോ ഇലക്ട്രോൺ വീതം ഓരോ ക്ലോറിനിലോട്ട് ചെല്ലുന്നു. ദെൻ വാട്ട് ഡു യു ഗെറ്റ്? ഓപ്പൺ എ ബ്രാക്കറ്റ്. ഒരു ബ്രാക്കറ്റ് നമ്മൾ തുറന്നു. മഗ്നീഷ്യം എത്ര ഇലക്ട്രോൺ മഗ്നീഷ്യത്തിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്? 2 ഇലക്ട്രോൺ പോയിട്ടുണ്ട്. സോ 2 പോസിറ്റീവ് ചാർജ്. ഇനി ക്ലോറിനിൽ എഴുതുമ്പോൾ എന്ത് വരും? 2 ക്ലോറിൻ ഉണ്ട്. സോ നമ്മൾ എഴുതുമ്പോൾ ഒരു 2 നമ്മളിടും. കോമൺ ആയിട്ടൊരു 2, 2 ആളും കൂടി വേണ്ടിയിട്ട് 1. 2 Cl എത്ര ഉണ്ട്? 2 4 6 8. ഒരു മൈനസ് കൊടുത്താൽ മതി. കാരണം ഇവിടെ 2 ക്ലോറിൻ ഇല്ല, അപ്പോൾ 2 നെഗറ്റീവ് ചാർജ് വരില്ല എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. ഇവിടെ ഓൾറെഡി നമ്മളൊരു 2 പുറത്തിട്ടിട്ടുണ്ട്. സോ ഒരു നെഗറ്റീവ് ചാർജ് മതി. ഓക്കെ, ഇത്രയുമാണ് അയോണിക് ബോണ്ടിനെ കുറിച്ച്, അയോണിക ബന്ധനത്തിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നോട്ട്സുകളൊക്കെ നന്നായിട്ട് കുറിച്ചെടുക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. വീണ്ടും മറ്റൊരു വീഡിയോ ക്ലാസ്സുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ദിസ് ഈസ് ഫാസിൽ പള്ളിയാടി സൈനിങ് ഓഫ്.